ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 14 ശ്ലോകം 9. നിജഭർതൃഗിര ഭവന്നിഷേവാ നിരതായ മദദേവദേവഹൂത്യം കപിലസ്ത്വമജായതാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. നിജഭർതൃഗിര ഭവന്നിഷേവ നിരതായാമദ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായത ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. ഹേ ദേവ, അല്ലയോ ഭഗവാനെ, അത നിജഭർതൃഗിര, പിന്നീട് ഭർത്താവിൻ്റെ ഉപദേശമനുസരിച്ച് ഭവന്നിഷേവാനിരതായാം, നിന്തിരുവടിയുടെ ഭജനത്തിൽ മുഴുകിക്കഴിയുന്ന ദേവഹൂതിയിൽ ജനങ്ങളുടെ ഇടയിൽ പരമാത്മതത്വവിദ്യാം, ജനങ്ങളുടെ ഇടയിൽ പറയുമ്പോൾ ലോകത്തിൽ ഉത്തമമായ ആത്മവിദ്യ പ്രദയിഷ്യൻ പ്രകാശിപ്പിക്കുന്നതിനായി ത്വം കപിലഃ അജായത, അവിടുന്ന് കപിലമുനിയായിട്ട് അവതരിച്ചു. ദേവഹൂതി എന്നുള്ളതിൻ്റെ അർത്ഥം പറയുന്നത് ദേവനെ ആഹ്വാനം ചെയ്യുന്നവള്, തനിക്ക് പുത്രനായിട്ട് അവതരിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവൾ എന്ന് സംജ്ഞ എന്നൊക്കെ അന്വർത്ഥം. ഭഗവാനെ പിന്നീട് ഭർത്താവിൻ്റെ ഉപദേശമനുസരിച്ച് നിന്തിരുവടിയുടെ ഭജനത്തിൽ മുഴുകിക്കഴിയുന്ന ദേവഹൂതിയിൽ ജനങ്ങളുടെ ഇടയിൽ ലോകത്തിൽ ഉത്തമമായ ആത്മവിദ്യ പ്രകാശിപ്പിക്കുന്നതിനായി അവിടുന്ന് കപിലമുനിയായിട്ട് അവതരിച്ചു. അതായത് സാഖ്യശാസ്ത്രം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നിജഭർതൃഗിര ഭവന്നിഷേവ നിരതായാമദ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായത ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. നിജഭർതൃഗിര ഭവന്നിഷേവ നിരതായാം അദ ദേവദേവഹൂത്യാം കപിലസ്ത്വം അജായത ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. നിജഭർതൃഗിര ഭവന്നിഷേവ നിരതായാമദ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായത ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. നിജഭർതൃഗിര ഭവന്നിഷേവ നിരതായാമദ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായത ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. നിജഭർതൃഗിര ഭവന്നിഷേവ നിരതായാമദ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായത ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.